Okay, good morning to all. Okay, today I will discuss about that is air conditioning, that is design of air conditioning systems for various purposes or various systems. Okay. Last class we have already discussed about that is air distribution systems, that is intake outlet. These are the things that we have discussed in last few classes. That is principles of air distribution, and principle of location of return air openings, and what are the duct systems, how how we can done the ducting. These are things, and what are the materials used for ducting, and what are the size and shape of the duct, and these are all the things are discussed in last few classes. And after that, pressure in duct, and how can the ducting can be done. I mean, what are the design condition of, or the design methodology of, a determination of duct size. That the three main ducting that is methods are used. First one, velocity reduction method. Second one, equal friction method, and third one, that is static regain method. These are all the things are discussed in last few classes. Okay. Today I will discuss about that is air conditioning of restaurant, cinema, theater, and other places of amusement. Okay, these are all the things are common. നമുക്കറിയാം ജനറലി റെസ്റ്റോറന്റ് അറിയാം, റെസ്റ്റോറന്റിനകത്ത് ഇഷ്ടം നമുക്കറിയാം നമ്പർ ഓഫ് പീപ്പിൾസ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അല്ലെ. സിനിമ തിയേറ്റർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്പർ ഓഫ് പീപ്പിൾസ്, നമുക്ക് അവിടെ ഒക്യുപ്പൻസിനേക്കാളും കൂടുതൽ എന്താ വരുന്നുണ്ടാവുക, പീപ്പിൾസ് ആണ് വരുന്നുണ്ടാവുക. അതുപോലെ അമ്യൂസ്മെന്റ്, എന്തെങ്കിലും അമ്യൂസ്മെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ കോൺസെപ്റ്റ് ആണ് വരുന്നുണ്ടാവും. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും ഹൗ ദ ഡിസൈനിങ് ഓഫ് എയർ കണ്ടീഷനിങ് റെസ്റ്റോറൻറ്റ്സ്. ലാസ്റ്റ് എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറന്റ് ചോദിച്ചിരുന്നു, പ്ലസ് റെസ്റ്റോറന്റ് സിനിമ തിയേറ്റർ ചോദിച്ചിരുന്നു, ഹോസ്പിറ്റൽസിന്റെ ചോദിച്ചിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു 6-7 മാർക്ക് 8 മാർക്ക് സിമ്പിൾ ആയിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് 5 മാർക്കിന് 6 മാർക്കിന് ചോദിച്ചിരുന്നത് തോന്നുന്നു. അപ്പൊ അത് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം എങ്ങനെയൊക്കെയാന്നുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, റെസ്റ്റോറന്റ്, തിയേറ്റേഴ്സ് ആൻഡ് അതർ പ്ലേസസ് ഓഫ് അമ്യൂസ്മെന്റ് റിക്വയർ എയർ കണ്ടീഷനിങ് ഫോർ കംഫർട്ട് ഓഫ് പാട്രൺസ്. നമുക്കറിയാം അവിടെ നമുക്ക് വരുന്ന എന്താണ്, പീപ്പിൾ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ റെസ്റ്റോറന്റ് എടുത്താലോ സിനിമാ തിയേറ്റർ എടുത്താലോ അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാലോ അവിടെ നമുക്ക് കോമൺലി വരുന്ന എയർ കണ്ടീഷനിങ് എന്താണ്, കംഫർട്ട് എയർ കണ്ടീഷനിങ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ കംഫർട്ട് ആണ് നമുക്ക് അവിടെ ആവശ്യം. അവിടെ നമുക്ക് വരുന്നത് എന്താണ്, ഹ്യൂമൻ കംഫർട്ട് ആണ് വരുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയല്ല, അവിടെ ഒക്യുപ്പൻസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഹ്യൂമൻ കംഫർട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, അവിടെ നോക്കി കഴിഞ്ഞാൽ നോക്കാം എന്താ വരുന്നത്. അവിടെ നോക്കി കഴിഞ്ഞാൽ ഓൾ പ്ലേസസ് വേർ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് അസംബിൾഡ് ഷുഡ് ഹാവ് സഫീഷ്യന്റ് സപ്ലൈ ഓഫ് fresh air to dilute carbon dioxide and body odors emitted by the person. നമുക്കറിയാം ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ. റെസ്റ്റോറന്റ്, എയർ കണ്ടീഷനിങ്, ദാറ്റ് ഈസ് റെസ്റ്റോറന്റ്, സിനിമ തിയേറ്റർ അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് പ്ലേസ്. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വരുന്നുണ്ടാവുക നോക്കി കഴിഞ്ഞാൽ, എന്താ പ്രത്യേകത വരുന്നത്, ഇവിടെയൊക്കെ ഇതുണ്ട്, നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഫ്രഷ് എയർ വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ക്ലോസ് പ്ലേസ് ആണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത്രയധികം ആൾക്കാർ അവിടെ അതിനകത്ത് ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലെ, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും മൊത്തത്തിൽ അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്ന എന്താ, ഒന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു, ഇൻഹെയിൽ ചെയ്യുന്നു, ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുന്നു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നത് ഇത് ഈ റൂമിനകത്ത് സർക്കുലേറ്റിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഡയല്യൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടാവാം അല്ലെ ഓരോ പേഴ്സൺസിന്റെയും. അതുപോലെ തന്നെ ഹീറ്റ് ഗെയിൻസ് നമ്മൾ ഓരോ വ്യക്തികളും പിന്നീട് പറയാം. അപ്പൊ ഇത് ഡയലൂട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. ഒന്ന്, നമ്പർ ഓഫ് പീപ്പിൾസ് ഹയർ ആണ്, അപ്പൊ അവർക്ക് ഫ്രഷ് എയർ വേണം. രണ്ടാമത്തെ കേസ് എന്ത് വേണം, കാർബൺ ഡൈ ഓക്സൈഡിനെ ഡയലൂട്ട് ചെയ്യണം. 2 കേസ് കിട്ടി. മൂന്നാമത്തത്, ഇൻ അഡീഷൻ പീപ്പിൾ ഡെസിപ്പേറ്റ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് that has to be removed by air conditioning for the comfort of persons. നമുക്കറിയാം ഓരോ പേഴ്സൺസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ തന്നെ അയാളുടെ ശരീരത്തിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരാൾ ചുമ്മാ അയാളുടെ ശരീരത്തിൽ എന്ത് വരുന്നുണ്ട്, ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് പീപ്പിൾസ് ഒരു 300-500 പീപ്പിൾസ് നമ്മൾ നിൽക്കുമ്പോൾ എന്താവും, അത്രയും പീപ്പിൾസ് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഹീറ്റ് എല്ലാം കൂടെ ആ റൂമിനകത്ത് ജനറേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ആ ഹീറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ അടുത്ത കണ്ടീഷൻ കിട്ടിയോ, അത് നമുക്ക് എന്ത് വേണം, ഫ്രഷ് എയർ വേണം. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഡയലൂട്ട് ചെയ്യണം. മൂന്നാമത്തെ കേസ് എന്താണ്, നമുക്ക് പീപ്പിൾസ് വരുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യണം. കിട്ടി. ഇനി എന്താ വരുന്നത്, അടുത്ത്
these places have wide variation in air conditioning load throughout the day. ഇവിടെ ഇത് ഓരോ സിസ്റ്റം എടുത്താലും ചിലപ്പം നമുക്ക് ചില സമയത്ത് എല്ലാവരും ഉണ്ടായിരിക്കും, ചില സമയത്ത് ആൾക്കാരുണ്ടാവില്ല. അപ്പൊ ഡിപ്പെൻസ് അനുസരിച്ച് നമുക്ക് എന്താണ് ഓരോ സമയത്ത് ഓരോ ലോഡാണ് വരുന്നുണ്ടാവുക. അപ്പൊ മിക്കവാറും ഇപ്പോഴത്തേക്ക് വെച്ചാൽ സെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം these have large number of persons. നമുക്കറിയാം, നേരത്തെ തന്നെ അറിയാലോ, large number of persons and which add a lot of water vapors by respiration and perspiration. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലോട്ട് ഓഫ് നമുക്ക് എന്ത് വരുന്നുണ്ട്, വാട്ടർ വേപ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ. ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്, അവർ എന്ത് ചെയ്യുന്നു, നമുക്ക് ലാർജ് നമ്പർ ഓഫ് എന്ത് വരുന്നുണ്ട്, വാട്ടർ വേപ്പേഴ്സ് അവിടെ നമ്മൾ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അടുത്തൊരു കാര്യമാണ്. അടുത്ത എന്താണ്, നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ ഉദാഹരണം അറിയാം, ദ ഫുഡ് കുക്ക്ഡ് ആൻഡ് കൺസ്യൂംഡ് ഓൾസോ ആഡ്സ് വാട്ടർ വേപ്പേഴ്സ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ദിസ് വേപ്പേഴ്സ് ഹാസ് ടു ബി റിമൂവ്ഡ് ബൈ എയർ കണ്ടീഷൻ. ഇപ്പൊ ഈ പറഞ്ഞ ഈ വേപ്പേഴ്സ്, വാട്ടർ വേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം അല്ലെ. വാട്ടർ വേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബിൽഡിംഗിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് നമ്പർ ഓഫ് ലാറ്റൻ ഹീറ്റ് ലോഡ്സ് ഉണ്ട്. ദീസ് ബിൽഡിംഗ്സ് നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്ക് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ സിനിമ കോമൺ സ്ഥലമല്ലേ, റെസ്റ്റോറന്റ് ഉണ്ട്, സിനിമ തിയേറ്റർ, അമ്യൂസ്മെന്റ്, ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, കോമൺ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് നമ്മൾ എന്തെടുത്ത്, ഫുഡ് കുക്കറിന്റെ കോൺസെപ്റ്റ് എടുത്ത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബിൽഡിംഗിന് എടുത്താൽ തന്നെ ബിൽഡിങ്ങിനകത്ത് തന്നെ എന്തുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് ലാറ്റൻ ഹീറ്റ് ലോഡ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് ഇൻഫിൽട്രേഷൻ ഓഫ് വാം ഔട്ട്ഡോർ ഈസ് ഓൾസോ ലാർജ്. സിൻസ് എന്താ കാരണം, നമുക്കറിയാം ഒരു സിനിമ തിയേറ്ററോ റെസ്റ്റോറന്റോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഡോറ് ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും അല്ലെ. ചില നമ്മളിപ്പം വളരെ എസ്പെഷ്യലി ചില സ്ഥലത്ത് മാത്രമാണ് നമ്മളിപ്പം വിൻ കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ചില മറ്റേ റെസ്റ്റോറന്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വിൻ കർട്ടൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വലിയ ഷോപ്പിംഗ് മോൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ വിൻ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ വരുന്നുണ്ടാവുക, ഡോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആ വരുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്തുനിന്നുള്ള എയർ ഉള്ളിലോട്ട് വരുന്നുണ്ടാവും, പുറത്തുനിന്നുള്ള എയർ എന്ത് വരുന്നുണ്ടാവും, ഉള്ളിലോട്ട് വരുന്നുണ്ടാവും. അതാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അപ്പൊ അതും എന്താ ചെയ്യുന്നുണ്ടാവുക, നമുക്ക് നോർമലി ഹീറ്റ് ജനറേഷൻ ആണ് ഉണ്ടാക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ. പിന്നെ അടുത്ത് നമുക്ക് വരുന്നതാണ്, നമുക്ക് എന്ത് വേണം, അപ്പൊ ഇത് പിന്നെ നമുക്ക് വേണ്ടത്, നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് വെന്റിലേഷൻ, ഫ്രഷ് എയറിനെ നമുക്ക് റൂമിന് ഉള്ളിലേക്ക് എടുക്കണം. അതാണ് വെന്റിലേഷൻ റിക്വയർസ് വെരി ലാർജ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് നമുക്ക് വേണ്ടത്, നമുക്ക് ഈ നോർമൽ കേസ് അനുസരിച്ച് റെസ്റ്റോറന്റ്, സിനിമ തിയേറ്റർ അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് നോക്കേണ്ടത് എന്താണ്, എയർ കണ്ടീഷനിങ് ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു, എയർ കണ്ടീഷനിങ് ഓഫ് റെസ്റ്റോറന്റ്, സിനിമ തിയേറ്റർ, അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്, എന്തൊക്കെയാണ് ഹീറ്റ് ഗെയിൻ വരുന്നത്, എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അടുത്തൊരു ഫാക്ടറാണ് എയർ കണ്ടീഷനിങ് ഓഫ് ഹോസ്പിറ്റൽസ്. എന്താ അവിടുത്തെ പ്രത്യേകത, ഹോസ്പിറ്റലിന്റെ പ്രത്യേകത? ഒന്ന്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹോസ്പിറ്റലിൽ നമ്മളറിയാം ഒരു റൂം എടുത്താലോ ഒരു ICU എടുത്താലോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എടുത്താലോ അവിടുത്തെ പ്രത്യേകത എന്താ, അത് ഓരോ റൂമും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത എന്താ വേണ്ടത്, അവിടെ ബാക്ടീരിയ വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റൂമിനകത്തുള്ള എയർ റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് അടുത്ത റൂമിലോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് പറ്റില്ല, എയർ കണ്ടീഷനിങ് എവിടെ നമുക്ക് പോസിബിൾ അല്ല, നമുക്ക് ഹോസ്പിറ്റൽസിനകത്ത് നമുക്ക് പോസിബിൾ അല്ല. അറിയാലോ, അതാണ് ഹോസ്പിറ്റൽസ് റിക്വയർസ് സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയർ സോ ദാറ്റ് ബാക്ടീരിയ എമിറ്റഡ് ബൈ വൺ പേഷ്യന്റ് ഡസ് നോട്ട് അഫക്ട് the other persons. Okay ആണല്ലോ. അതുപോലെ തന്നെ this is specially so for the operation theaters and intensive care units. നമുക്കറിയാം in these places no part of the room air is recirculated after conditioning air conditioning system. അപ്പൊ ഇവിടെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൂമിലെ എയർ റീസർക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത കേസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മിക്കവാറും ഒരു 90, അതാണ് അടുത്ത് പറയുന്നത്, ഇൻ അതർ പ്ലേസസ് അപ് ടു 90% ഓഫ് കോൾഡ് എയർ റൂം ഈസ് റീസർക്കുലേറ്റഡ് ആൻഡ് 10% ഔട്ട്ഡോർ ഫ്രഷ് എയർ ഈസ് ടേക്കൺ ടു മീറ്റ് ദ വെന്റിലേഷൻ റിക്വയർമെന്റ് ഓഫ് പേഴ്സൺ. നമ്മളറിയാം, നമ്മൾ നേരത്തെ കേസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്, റൂമിലെ എയർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റീസർക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അവിടെ 90% എയറും റൂമിൽ നിന്നാണ് എടുക്കുന്നത്, 10% ഓഫ് എയർ മാത്രമാണ് നോർമലി എന്തെന്ന് എടുക്കാം, ഫ്രഷ് എയർ നമ്മൾ എടുക്കാം. അപ്പൊ ഈ
ഈ 2 എയറിനും കണ്ടീഷൻ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റൂമിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇൻ എസ്പെഷ്യലി ഹോസ്പിറ്റൽസ് നമ്മൾ എന്താ ചെയ്യുന്നത്, 100% എയറും ഫ്രഷ് എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 100% എയർ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഫ്രഷ് എയർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്രഷ് എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ പ്രോസസ് ചെയ്ത് റൂമിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താ നമുക്കറിയാം. നമുക്ക് ഔട്ട്ഡോർ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എയർ നമ്മളൊരു 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ റൂം കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റൂമിനകത്ത് എത്രയേ ഉള്ളൂ, 25 ഡിഗ്രി ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യണം, നമുക്ക് എന്ത് വേണം, ലാർജ് എമൗണ്ട് ഓഫ് ലോഡ് നമ്മൾ കൊടുക്കണം. ലാർജ് എമൗണ്ട് ഓഫ് ലോഡ് നമ്മൾ എയർ കണ്ടീഷനിങ് ലോഡ് നമ്മൾ അവിടെ കൊടുക്കണം. അതാണ് അവിടെ വരുന്ന ഫാക്ട്. മനസ്സിലായോ? 45 ഡിഗ്രി പുറത്തുണ്ട്, 25 ഡിഗ്രി ഉള്ളിലുണ്ട്. അപ്പൊ ഈ 45 ഡിഗ്രിയുള്ള എയറിനെ എടുത്ത് കണ്ടീഷൻ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, റൂമിലോട്ട് സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അടുത്തൊരു ഫാക്ടർ കിട്ടിയല്ലോ ഹോസ്പിറ്റൽസിന്റെ കേസ്. നമുക്ക് എന്ത് വേണം, ഒരിക്കലും ഫ്രഷ് എയർ മാത്രമാണ് നമുക്ക് റൂമിലോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. റൂമിലെ എയർ റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ എവിടെ വരുന്ന ഇഷ്യൂ, ഹോസ്പിറ്റൽസിൽ വരുന്ന ഇഷ്യൂ. ഇനി അടുത്തത് the humidity load. The humidity load also increases in this account. ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം, ഉദാഹരണം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് റിക്വയർസ് എന്ത് ചെയ്യണം, സ്പെഷ്യൽ അറ്റൻഷൻ ഇൻ അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ ഇൻ പ്രിവെൻഷൻ ഓഫ് എന്താണ്, സ്പോർസ്, വൈറസ്, ബാക്ടീരിയ ആൻഡ് കണ്ടാമിനൻസ് given by various devices and materials. നമുക്കറിയാം ഹ്യൂമിഡിറ്റി എന്നുള്ളത് വളരെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഹ്യൂമിഡിറ്റി കൂടാൻ പാടില്ല ഒന്ന്. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വളരെ പ്രിസൈസ് അറ്റൻഷൻ വേണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബാക്ടീരിയ, വൈറസ്, ജേംസ്, കണ്ടാമിനൻസ്, ഡസ്റ്റ്, ഈ സാധനങ്ങളൊന്നും ഇവിടെ പോകാൻ പാടില്ല, നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മൾ ഫ്രഷ് എയർ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വളരെ പ്രിസൈസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കോൺസെപ്റ്റുകളാണ് എവിടെ വരുന്നുണ്ടാവുക, ഹോസ്പിറ്റൽസിനകത്ത് വരുന്നുണ്ടാവുക. അടുത്ത സ്പെഷ്യൽ ക്വാളിറ്റി കൺസ്ട്രക്ഷൻസ് ആൻഡ് ഫിൽട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. നമ്മൾ സാധാരണ ഈ എയർ കണ്ടീഷനിങ് നമുക്ക് വരുന്ന ഹോസ്പിറ്റൽസിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, സ്പെഷ്യൽ സിസ്റ്റംസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. സ്പെഷ്യൽ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുക. ഈ സ്പെഷ്യൽ സിസ്റ്റംസ് ഡിസൈൻ ചെയ്ത് അതാണ് എയർ കണ്ടീഷനിങ്ങിന് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, ഹോസ്പിറ്റൽസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എയർ കണ്ടീഷനിങ് എന്തിനകത്ത് വരുന്നുണ്ടാവുക, ഹോസ്പിറ്റൽസ് എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് വരുന്നുണ്ടാവും. കിലോ എയർ കണ്ടീഷനിങ് ഹോസ്പിറ്റൽസിനകത്തുള്ള കോൺസെപ്റ്റ്. 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് എയർ കണ്ടീഷനിങ്, സിനിമ തിയേറ്റർ, അമ്യൂസ്മെന്റ് പാർക്ക്. ആൻഡ് എന്താ പറഞ്ഞത്, സിനിമ തിയേറ്റർ നമ്മൾ പറഞ്ഞു, അമ്യൂസ്മെന്റ് പാർക്ക് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പിന്നെ പറഞ്ഞത് റെസ്റ്റോറൻറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ദീസ് ഹോസ്പിറ്റൽസിന്റെ കേസ് ആണ് എയർ കണ്ടീഷനിങ്. എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ഡിസൈൻ ഓഫ് എയർ കണ്ടീഷനിങ് ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് അവിടെ കേട്ടോ. അടുത്ത നമുക്ക് വരുന്നതാണ് എയർ കണ്ടീഷനിങ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. അടുത്ത നമുക്ക് വരുന്നതാണ് എയർ കണ്ടീഷനിങ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്. എന്താണ് എയർ കണ്ടീഷനിങ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് ഉണ്ടാവും? നമുക്കറിയാം, റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണം നമ്മൾ എടുക്കുന്നത് സൂപ്പർ മാർക്കറ്റ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും റെഫ്രിജറേറ്റഡ് ഫുഡ് പ്രിസർവ് ചെയ്യുന്ന സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിവറേജ് സെഷൻ ആയിരിക്കാം, ഡയറീസ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നമ്മൾ എന്തിനകത്ത് എടുക്കാം, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സ്പേസസിലും ഓരോ ടൈപ്പ് ഓഫ് ലോഡുകളാണ്, അല്ലെങ്കിൽ ഓരോ ടെമ്പറേച്ചേഴ്സ് ആണ് നമുക്ക് പല ടൈമിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനത്തെ കേസ് ഇപ്പൊ ഇവിടെ വെച്ചാൽ നമ്മൾ അത് പറഞ്ഞത് സൂപ്പർ മാർക്കറ്റ്സ് ഹാവ് ഫ്രോസൺ ഫുഡ് സെക്ഷൻ. അവിടെ ഫുഡ് പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ റെഫ്രിജറേറ്റഡ് ഫുഡ് സെക്ഷൻ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഡയറി ഉണ്ട്, അതല്ലെങ്കിൽ ബിവറേജ് സെക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് ഇവിടെയൊക്കെ നമുക്ക് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് വേണ്ടേ അല്ലെ. നമുക്കറിയാം ഫ്രോസൺ ഫുഡ് വേറെയാണ്, റെഫ്രിജറേറ്റഡ് ഫുഡ് സെക്ഷൻ ഉണ്ട്, ഡയറി ഉണ്ട്. ഇവിടെയൊക്കെ ഡിഫറെന്റ് ടെമ്പറേച്ചർ അല്ലെ, ബിവറേജസ് ഉണ്ട്. ഇവിടെയൊക്കെ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ റെഫ്രിജറേഷൻ സിസ്റ്റം ഹാസ് ടു കേറ്റർ ടു ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് അപ്പാർട്ട് ഫ്രം എയർ കണ്ടീഷനിങ്. നമ്മൾ എയർ കണ്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഇവിടെ വരുന്നുണ്ട്, റെഫ്രിജറേഷൻ തന്നെയാണ്. അവിടെ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വരിക. നമുക്കറിയാം ദീസ് പ്ലേസസ് ഓൾസോ ഹാവ് വൈഡ് വേരിയേഷൻ. ഇപ്പൊ നമ്മൾ ഡെയിലി ലോ ഡിപ്പെൻഡിങ് അപ്പോൺ ബിസി ആൻഡ് ലീൻ അവേഴ്സ് ആൻഡ് ഹോളിഡേയ്സ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ വരുന്ന സമയത്ത് അവരുടെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ഒക്കെ ഡിഫറെന്റ് ആണ്. അല്ലാതെ തന്നെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പറഞ്ഞ പോലെ ഫ്രോസൺ മീറ്റ് ആയിരിക്കാം, ഡയറി പ്രൊഡക്ട്സ് ആയിരിക്കാം. അപ്പൊ ഇവിടെയൊക്കെ റെഫ്രിജറേറ്റ് ചെയ്യണം, ബിവറേജസ് ആയിരിക്കാം. ഇവിടെയൊക്കെ നമുക്ക് റെഫ്രിജറേഷൻ വരുന്നത് വളരെ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പൊ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ആണ് ഇങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ. അടുത്ത് നമുക്ക് വരുന്നതാണ് കമ്പ്യൂട്ടർ സെന്റർ, എയർ കണ്ടീഷനിങ് ഓഫ് കമ്പ്യൂട്ടർ സെന്റർ. അവിടെ എന്താ വരുന്നുണ്ടാവാം, നമുക്കറിയാം കമ്പ്യൂട്ടർ സെന്റർ എന്ന് പറഞ്ഞ
എന്താ, നമ്മൾ ഓഫീസൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്, ബാങ്ക്, ഓഫീസൊക്കെ. അപ്പം അവിടെ ചില സമയത്ത് റഷ് അവേഴ്സ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് കൂടുതൽ ലോഡ് വരും, കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടാവും, നമ്പർ ഓഫ് പീപ്പിൾസ് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളവിടെ നമ്മളിപ്പം കമ്പ്യൂട്ടർ ആണ് കൂടുതൽ നോക്കുന്നതെങ്കിലും ഡെൻസിറ്റി ഓഫ് പീപ്പിൾസ് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടുന്ന് ലാർജ് നമ്പർ ഓഫ് ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ ആ സമയത്ത് നമുക്ക് കൂടുതൽ ഹീറ്റ്, നമുക്ക് ലോഡ് കൂടുതൽ വരേണ്ടി വരും, അല്ലെ. ഓഫീസസ് ഹാവ് എന്താ പറയണത്, വെരി ഡെൻസിറ്റി ഓഫ് പേഴ്സൺസ് ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ് ആൻഡ് നോ ഓക്യുപ്പൻസി ഡ്യൂറിങ് ഓഫ് ടൈം. രണ്ട് കോൺസെപ്റ്റും ഉണ്ട് അവിടെ, അല്ലെ. നമുക്കറിയാം എന്താ വരുന്നുണ്ടാവുക, ഓഫീസ് ടൈമിനകത്ത് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ വരുന്നുണ്ടാവുക, നമുക്ക് ഓഫീസ് ഓഫ് ടൈമിനകത്ത് അവിടെ ആരും ഉണ്ടാവില്ല. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അവിടെ ആലോചിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കേസ്, ദീസ് ബിൽഡിംഗ്സ് റിക്വയർസ് ഇന്റഗ്രേറ്റഡ് കോൺസെപ്റ്റ് വിത്ത് എന്താണ്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് സർവീസസ്. ഓക്കെ, അതുപോലെ തന്നെ ദീസ് ഹാവ് സെക്യൂരിറ്റി ആസ്പെക്ട്സ്, ചിലപ്പോൾ എന്ത് ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, എമർജൻസി സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി ഇൻ ഓൾ ബിൽഡിംഗ്, എല്ലാ കോൺസെപ്റ്റും. പിന്നെ അതുപോലെ തന്നെ മോഡേൺ ബിൽഡിങ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ മിക്കവാറും എന്തായിരിക്കും, അവിടൊക്കെ ഒന്ന് കണ്ടീഷൻ ചെയ്യാനുള്ള കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, പിന്നെ അവിടെ ഇന്റലിജന്റ് ബിൽഡിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എയർ കണ്ടീഷനിങ് എന്നുള്ളത് അവിടെ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഓരോ കേസിനകത്തും വേണ്ടി വരും. ഇതാണ് കമ്പ്യൂട്ടർ സെന്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായല്ലോ. കമ്പ്യൂട്ടർ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ ടൈമിൽ എന്തുണ്ടാവും, ഡെൻസിറ്റി ഓഫ് പീപ്പിൾ കൂടുതലായിരിക്കും, ഓഫ് ടൈമിനകത്ത് അവിടെ ആരും ഉണ്ടാവില്ല, പീപ്പിൾസ് ആരും ഉണ്ടാവില്ല, ആകെ എക്യുപ്മെന്റ്സ് മാത്രമേ ഉണ്ടാവും. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. മനസ്സിലായല്ലോ. ഇപ്പൊ ഓഫ് ടൈമിനകത്ത് നമുക്ക് എന്ത് മതി, കണ്ടീഷൻ എന്നുള്ളത്, എയർ കണ്ടീഷനിങ് ടെമ്പറേച്ചർ എന്നുള്ളത് ലോ മതി. മറ്റേ സമയത്ത് എന്ത് വേണം, കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും വേണ്ടി വരും. അപ്പൊ ലോഡ് രണ്ട് സ്ഥലത്ത് രണ്ട് ടൈപ്പ് ലോഡ് ആയിരിക്കും വേണ്ടി വരും. അപ്പൊ ഇതാണ് ഈ സ്ഥലത്ത് നമുക്ക് ആവശ്യം വരിക. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ജനറലി ഡിസൈനിങ് ഓഫ് എയർ കണ്ടീഷനിങ് ഫോർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നുണ്ടാവുക, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലബോറട്ടറീസ്. ലബോറട്ടറീസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് പ്രിസിഷൻ ആയിട്ടുള്ള മെഷർമെന്റ്സ് വേണ്ട സ്ഥലമാണ്, അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, അവിടെ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, പല പ്രോസസിങ് ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും. ചില കേസിനകത്ത് ടെമ്പറേച്ചേഴ്സ്, ഹ്യൂമിഡിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണെങ്കിൽ, ബയോടെക്നോളജി ലാബ് ഒക്കെ എടുക്കുവാണെങ്കിൽ അവിടെ ക്ലീൻ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ഒരിക്കലും പുറത്തൊരു ഇതും ഉള്ളിലോട്ട് വരാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ കേസ് ആണെങ്കിൽ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ചില നമ്മൾ ലബോറട്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ലേസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി വളരെ ലോ ആയിരിക്കണം. അങ്ങനത്തെ കേസിൽ ഒരിക്കലും സ്പാർക്കിംഗ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മൾ അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത കോൺസെപ്റ്റ് നമ്മൾ വരുന്നത് പ്രിസിഷൻ, നമുക്ക് പാർട്സ്, മാനുഫാക്ചർ ഓഫ് പ്രിസിഷൻ പാർട്സ്. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ അവിടെ ഹ്യൂമിഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്, ഹ്യൂമിഡിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്, നമുക്ക് മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പാൻഡ് ചെയ്യാനോ ഷ്രിങ്ക് ചെയ്യാനോ ഒന്നും പാടില്ല. പിന്നെ നമുക്ക് ടോളറൻസ് വളരെ പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ നമുക്ക് വരേണ്ടത് ലോവർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരിക്കണം. ലോവർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്ക് ഉദാഹരണത്തിന് നമ്മളിപ്പം ഡസ്റ്റ് ഒന്നും അധികം ഉള്ളിലോട്ട് വരാൻ പാടില്ല. ഓക്കെ, അത് ചിലപ്പോ ഈ ചിപ്പുകള്, മൈക്രോ പ്രൊസസർ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, എയർക്രാഫ്റ്റിന്റെ പാർട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ നാനോ മെറ്റീരിയൽ ഫാബ്രിക്കേഷൻ ആണെന്ന് വെക്കാം, നാനോ മെറ്റീരിയൽ. അപ്പൊ അവിടെ അങ്ങനത്തെ ക്ലീൻ റൂം ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഹ്യൂമൻ കൺട്രോൾ, ലോവർ ഹ്യൂമിഡിറ്റി ആണ് പാടുള്ളൂ, ഇംപ്യൂരിറ്റീസ് ഒന്നും ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, ക്ലീൻ റൂംസ് ആയിരിക്കണം. ഇതൊക്കെയാണ് മെയിൻലി ഇതിനകത്ത് വരുന്നുണ്ടാവും. ഈ മൈക്രോ പ്രൊസസർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്ന ഇൻഡസ്ട്രീസിനകത്ത് നമുക്ക് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുത്താലും സെയിം കോൺസെപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ മെഷീൻസ് ഒക്കെ ഹൈ സ്പീഡ് മെഷീൻസ് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഹ്യൂമിഡിറ്റി എന്നുള്ളത്, വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ളത് ഹ്യൂമിഡിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ദ ജനറേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഷുഡ് ബി അവോയ്ഡഡ് അങ്ങനത്തെ കേസിനകത്ത്. അതുപോലെ തന്നെ ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ചേഞ്ച്. If it breaks during the process, എന്തായിരിക്കും, the plan will have to be stopped and എന്താണ് and repaired before restarting the. അപ്പൊ നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്നുള്ളത് ഹ്യൂമിഡിറ്റി. അപ്പൊ ഹ്യൂമിഡിറ്റി അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനായിട്ട് പാടില്ല, പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഹൈ സ്പീഡ് മെഷീൻസ് ആണൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. കൂടുതൽ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ഇത് എഫക്ട് ചെയ്യാൻ പാടില്ല, ഹൈ സ്പീഡ് മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം,
എയർ കണ്ടീഷനിങ് ഡിസൈൻ ചെയ്യണം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബാക്ടീരിയാസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരിക്കലും ഉള്ളിലോട്ട് കയറാൻ പാടില്ല. അപ്പൊ നമ്മൾ ഫ്രഷ് എയർ തന്നെ എടുത്ത് കണ്ടീഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് വിടാനായിട്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്തുണ്ടാവും, സ്പെഷ്യൽ പർപ്പസ് ഫിൽറ്റേഴ്സ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ക്ലീൻ റൂംസ് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനകത്ത് നമുക്ക് വരുന്നുണ്ടാവും. കമ്പ്യൂട്ടർ റൂം എടുത്തു കഴിഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് വേണ്ടത് 25 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% ആണ് നമുക്ക് എല്ലാ റൂമിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് എന്തുണ്ടാവും, സീഡ് ഡ്രൈവേഴ്സ്, പ്രിന്റേഴ്സ് ഒക്കെ ഉണ്ടാവും, അതിന്റെ ടെസ്റ്റ് വരാൻ പാടില്ല. റൂം ക്ലീൻ ആയിരിക്കണം. ഫിൽറ്റേഴ്സ്, അപ്പൊ അവിടെയും നല്ല മൈക്രോ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് എയർ കണ്ടീഷൻ ചെയ്യണം. അടുത്ത് നമുക്ക് വരുന്നതാണ് പവർ പ്ലാന്റ്സ്. പവർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നുണ്ടാവുക, നമുക്കറിയാം ഇപ്പൊ നമുക്ക് വരുന്ന മോസ്റ്റ് മോഡേൺ പവർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എന്താണ്, ഇൻസ്ട്രുമെന്റേഷൻ ഓട്ടോമാറ്റിക് ആണല്ലേ, ഓട്ടോമേറ്റഡ് ആണ് എല്ലാം. അപ്പൊ മൈക്രോ പ്രോസസർ കൺട്രോൾഡ് ആയിരിക്കും എല്ലാ സിസ്റ്റംസും നമുക്ക് വരുന്നുണ്ടാവും. അവിടെ എല്ലാ കേസും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും എന്തായിരിക്കും, മൈക്രോ കൺട്രോളിങ് ഓട്ടോമേഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നാച്ചുറൽ, നമുക്ക് ചില കേസിനകത്ത് നാച്ചുറൽ വെന്റിലേഷൻ വേണ്ടി വരും നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് കൺട്രോൾ റൂം, ചില കേസിനകത്ത് അത് വേണ്ടി വരില്ല. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അവിടെ കൺട്രോൾ റൂം, മെയിൻ ആയിട്ട് നമുക്ക് എയർ കണ്ടീഷനിങ് വരുന്ന എവിടെയാണ്, കൺട്രോൾ റൂമിനകത്താണ്. കൺട്രോൾ റൂം എന്നുള്ളത് വളരെ കോമ്പാക്ട് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എയർ കണ്ടീഷനിങ് വേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഓട്ടോമേഷനും അതിന്റെ അവിടുത്തെ കോമ്പണൻസ് ഒക്കെ വരുന്നുണ്ടാവും അവിടെ ആയിരിക്കും. പിന്നെ നമുക്ക് അവിടെ വല്ല സെർവർ റൂമുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എയർ കണ്ടീഷൻ ചെയ്യണം. അല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നും ഇതിനകത്ത് വരുന്നുണ്ടാവില്ല, പവർ പ്ലാന്റ്സിനകത്ത് വരുന്നുണ്ടാവില്ല. അടുത്ത് നമുക്ക് വരുന്നതാണ് വെഹിക്കുലർ എയർ കണ്ടീഷൻ. വെഹിക്കിൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വരും. എന്തൊക്കെയാ വരുന്നുണ്ടാവാം, ബസ് ഉണ്ടാവാം, ട്രാം ഉണ്ടാവാം, ട്രക്ക് ഉണ്ടാവാം, കാർ ഉണ്ടാവാം. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ വെഹിക്കിൾസും നമുക്ക് എന്ത് വരുന്നുണ്ടാവും, ക്രെയിൻ ക്യാബിൻ, എയർക്രാഫ്റ്റ്, ഷിപ്പ്, ഇതൊക്കെ നമുക്ക് എന്തിനകത്ത് വരാം, നമുക്ക് വെഹിക്കുലർ എയർ കണ്ടീഷനകത്ത് വരാം. അപ്പൊ നമുക്ക് എടുക്കുവാണെങ്കിൽ ബസ്, ട്രാം, എയർക്രാഫ്റ്റ്, ഷിപ്പ് ഇതൊക്കെ വരുമ്പോൾ എന്താ പ്രത്യേകത, അവിടെ ഡെൻസിറ്റി ഓഫ് പീപ്പിൾ എന്നുള്ളത് വളരെ ഹൈ ആണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മെറ്റബോളിക് ഹീറ്റ്, അതുപോലെ തന്നെ വാട്ടർ വേപ്പേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് ശരീരത്തിന്, ഓരോ മനുഷ്യന്റെ അകത്ത് വരുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, വളരെയധികം അവിടെ ആ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇതിനകത്ത് കൂടുതലായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ കൂളിംഗ് ലോഡ് വളരെ ഹൈ ആയിരിക്കും. അതുപോലെ വളരെ റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കേസാണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക, വെഹിക്കുലർ എയർ കണ്ടീഷനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, ഡിസൈൻ ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. നമുക്ക് ഓരോ സിസ്റ്റത്തിന് അനുസരിച്ച് നമുക്ക് എയർ കണ്ടീഷനിങ് എന്തൊക്കെ വേണ്ടി വരിക എന്ന് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും വളരെ കറക്റ്റ് ആയിട്ട്, വളരെ നീറ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഒരു കാരണവശാലും തെറ്റിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പല പ്രാവശ്യം എക്സാമിനെ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ട് പഠിക്കുക, വളരെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക, നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക, പഠിക്കണം വളരെ കറക്റ്റ് ആയിട്ട്. ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം അല്ല, തിയറി. ഞാൻ കുറച്ച് ഇപ്പം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് തിയറിയാണ്, വേറെ ഒന്നുകൊണ്ടല്ല. പ്രോബ്ലം നമ്മുടെ കുട്ടികൾ കുറച്ച് വീക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്താണ്, തിയറിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒപ്പം നമുക്ക് പ്രോബ്ലം കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്സും ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.